ഓണം വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ ആദ്യം നിങ്ങളുടെ കയ്യിലോട്ട് വന്നിട്ടുണ്ടാവുക ഓണപ്പരീക്ഷയുടെ ഉത്തരക്കടലാസ് ആയിരിക്കും അല്ലേ. പല കുട്ടികൾക്കും അവർ പ്രതീക്ഷിച്ച മാർക്ക് പല സബ്ജക്റ്റുകളും കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഓണപ്പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ടെസ്റ്റിൻ്റെ പാറ്റേണിൽ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഇട്ട ക്വസ്റ്റ് പേപ്പറുള്ള പരീക്ഷയല്ലേ. അതിൽ നിങ്ങൾക്ക് പല സബ്ജക്റ്റുകൾക്കും മാർക്ക് കുറവാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന ക്രിസ്മസ് പരീക്ഷയിലും മോഡൽ എക്സാമിനും ബോർഡ് എക്സാമും എത്തരത്തിലുള്ള ചോദ്യപേപ്പർ ആയിരിക്കും. അപ്പോൾ ഈ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ മതിയോടാ മക്കളെ? പോരാ, കുറച്ചുകൂടി സ്ട്രക്ചർ ചെയ്ത് കൃത്യമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ +2 ബോർഡ് എക്സാമിൻ്റെ ടൈമിലാണ് നിങ്ങളെ കാത്ത് ഇംപ്രൂവ്മെൻറ്റ് എക്സാമും പ്രാക്ടിക്കൽ എക്സാമും എല്ലാം കാത്തിരിക്കുന്നത്. സോ ഇതെല്ലാം എങ്ങനെയാണ് ഒരു ലിമിറ്റഡ് ടൈം പീരീഡിൽ പഠിച്ചെടുക്കാൻ സാധിക്കുക? സിമിലാവേ ഓണപരീക്ഷയ്ക്ക് 2-3 ചാപ്റ്റേഴ്സ് അടങ്ങിയ സിലബസ് ആയിരുന്നു. പക്ഷേ ക്രിസ്മസ് പരീക്ഷയ്ക്കും ബോർഡ് എക്സാമിനും ഓൾമോസ്റ്റ് മുഴുവൻ സിലബസും നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് പോസിബിൾ ആവുക? അതിന് എങ്ങനെയാണ് പഠിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന ടെൻഷനിലും കൺഫ്യൂഷനിലുമാണ് നിങ്ങളെങ്കിൽ ഒരു ടെൻഷനും വേണ്ടടാ മക്കളെ. ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് ഒരു കിടിലൻ ലോഞ്ച് ഉണ്ട്. ആ ലോഞ്ചിൽ എങ്ങനെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, +2വിൻ്റെ കൂടെ തന്നെ എങ്ങനെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമും പ്രാക്ടിക്കൽ എക്സാമും ബാലൻസ് ചെയ്ത് പഠിക്കാം എന്ന കാര്യങ്ങളെല്ലാം റിവീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും വേണം, നിങ്ങൾ മാത്രം വന്നാൽ പോരാ, എല്ലാ ഫ്രണ്ട്സിനെയും ഇന്നത്തെ ലോഞ്ചിൽ കൊണ്ടുവരിക. ഗംഭീരമായിട്ട് പഠിക്കുക. സൈലം കൂടെയുണ്ട്.